കഴിഞ്ഞ ഒരു 30 to 50 ഇയേഴ്സിനിടയ്ക്ക് നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾ പോലും അറിയാതെ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മെറ്റബോളിസത്തിൽ വലിയ മാറ്റം ഉണ്ടായി, നമ്മുടെ ഭക്ഷണ രീതികളിൽ മാറ്റം ഉണ്ടായി, നമ്മളുടെ കൃഷി രീതികൾ മാറ്റം ഉണ്ടായി, പാചകം ചെയ്യുന്ന രീതികളിൽ മാറ്റം ഉണ്ടായി, നമ്മുടെ പോഷക ആവശ്യങ്ങളിൽ പോലും മാറ്റം ഉണ്ടായി. എന്തിന്? കഴിഞ്ഞ ഒരു 30, 40, 50 വർഷത്തിനിടയ്ക്ക് നമുക്കുണ്ടാകുന്ന രോഗങ്ങളിൽ പോലും വലിയ മാറ്റം ഉണ്ടായി. പക്ഷേ ഈ മാറ്റത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ മാറ്റം ഉണ്ടായോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാകും ഉണ്ട് ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുള്ളതായിരിക്കാം. മേ ബി ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഇഡ്ഡലിയും പുട്ടും ദോശയ്ക്ക് പകരം ഒരുപക്ഷെ രാവിലെ പാലും ഓട്സും ഒരു വലിയ മാറ്റമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടാകാം. അല്ലെങ്കിൽ രാത്രികളിൽ ചോറും മറ്റു ഭക്ഷണങ്ങളും കഴിച്ചതിൽ നിന്ന് മാറി മേ ബി ചപ്പാത്തിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തത് വലിയൊരു മാറ്റമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടാകും. പക്ഷേ സൂക്ഷ്മമായി നോക്കിയാൽ ഒരു കാര്യം പറയാൻ സാധിക്കും, നിങ്ങൾ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ആക്ച്വലി നിങ്ങൾ പുറകിലോട്ടാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഈ മാറിയ ആവശ്യങ്ങളും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഈ ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ഡയറ്ററി പാറ്റേൺ അല്ലെങ്കിൽ ഒരു പൂർണ്ണ പോഷക സമ്പുഷ്ടമായ ഭക്ഷണക്രമം 21ാം നൂറ്റാണ്ടിലെ ഭക്ഷണക്രമം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു മീൽ കഴിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇനി ചിന്തിക്കേണ്ടത് അതിനകത്ത് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഘടകങ്ങളുണ്ടോ അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ദ സെൻട്രൽ എലമെൻറ്റ് ഓഫ് 21st century ഡയറ്റ് ഈസ് ഗോയിങ് ടു ബി പ്രോട്ടീൻ, അല്ലെങ്കിൽ നമ്പർ 1 മാക്രോ ന്യൂട്രിയൻ ഫോർ 21st century ഈസ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാരും ഒന്ന് ചിന്തിക്കുന്നത് പ്രോട്ടീൻ ഒരു സെലിബ്രിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോകുന്ന ആൾക്കോ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കോ അല്ലെങ്കിൽ സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രം ആവശ്യമുള്ളൊരു പോഷക വസ്തു എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് പ്രോട്ടീൻ പലപ്പോഴും ഉണ്ടാക്കുന്ന ഭയമാണ്, കാരണം പ്രോട്ടീൻ കൂടി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ ഇത് രണ്ടും തെറ്റാണ്. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റബോളിക് ഓർഗനായിട്ടുള്ള മസിൽസ്, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻസുലിനായിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഇതിന് ഏറ്റവും കൂടുതൽ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നത് പ്രോട്ടീൻ ഒപ്റ്റിമലായിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ഇതൊക്കെയാണ്. ഒന്ന്, ബീൻസുകളായിരിക്കാം, ദാലുകളായിരിക്കാം, പൾസസ് ആയിരിക്കാം, അല്ലെങ്കിൽ പനീർ പോലുള്ള ഡയറി പ്രോഡക്ട്സുകളായിരിക്കാം. ഇനി അതല്ല, നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഫിഷോ മീറ്റോ എഗ്ഗോ, സേഫായിട്ടുള്ള ഫിഷോ മീറ്റോ എഗ്ഗോ, അല്ലെങ്കിൽ മഷ്റൂംസുകളായിരിക്കാം, അല്ലെങ്കിൽ നട്ട്സുകളും സീഡ്സുകളും ആയിരിക്കാം. ഇതെല്ലാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ എലമെൻറ്റ്, യുവർ ഡയറ്റ് ഷുഡ് ബി റിച്ച് ഇൻ പ്രോട്ടീൻ. അതിൻ്റെ എത്ര ക്വാണ്ടിറ്റിയാണ് കഴിക്കേണ്ടത്, അതിൻ്റെ അളവ് എങ്ങനെ ക്രമീകരിക്കണം, ഇതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഘടകം ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പുകളാണ്, ഹെൽത്തി ഫാറ്റാണ്. ഇത് കുറച്ച് കോൺട്രവേഴ്സ്യലാണ്. കാരണം പൊതുവെ നമ്മുടെ സമൂഹം കൊഴുപ്പിനെ പേടിക്കുന്ന സമൂഹമാണ്. കാരണം നമ്മളിൽ ഇപ്പോൾ പലരും വിശ്വസിച്ച് വച്ചിരിക്കുന്നത് ഭക്ഷണത്തിൽ അമിതമായി കൊഴുപ്പ് ഉള്ളതുകൊണ്ടാണ് ശരീരഭാരം കൂടുന്നതെന്നും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരകമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും കൊഴുപ്പാണ് എന്ന് വിശ്വസിച്ച് വച്ചിരിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. സയൻറ്റിഫിക്കലി ഇറ്റ് ഈസ് റോങ്. നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലമേഷനും ഹൈ കാർബോഹൈഡ്രേറ്റ്, അന്നജം കൂടുതൽ അടങ്ങുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ടാണ്. വി നീഡ് ക്വാളിറ്റി ഹെൽത്തി ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു മീലിൽ തീർച്ചയായിട്ടും നല്ല കൊഴുപ്പുകളുടെ അളവുണ്ടാവണം. കൊഴുപ്പുണ്ടാകുമ്പോൾ ഭക്ഷണത്തിനുള്ള രുചിയും മണവും മാത്രമല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു തൃപ്തിയും അതൊരു പ്രധാനപ്പെട്ട ഘടകം. ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ തുടങ്ങിയിട്ടുള്ള പല പോഷകങ്ങളുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത് ഫാറ്റിൽ കൂടെ മാത്രമേ എത്തുള്ളൂ. നല്ല കൊഴുപ്പുകൾ അടങ്ങുന്ന ഭക്ഷണം നമ്മളുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ്, അതായത് ഓർമ്മ, ബുദ്ധിശക്തി, ബ്രെയിൻ ഫങ്ഷൻസ്, നെർവസ് നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സന്ധികളുടെ പ്രവർത്തനങ്ങൾ, ഹൃദയത്തിൻ്റെ ആരോഗ്യം, ഹോർമോണുകളുടെ പ്രവർത്തനം, ഇതിനെല്ലാം നമുക്ക് നല്ല ഫാറ്റ് ആവശ്യമാണ്. ഇപ്പോൾ ജനറലി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡയറ്റിലൊക്കെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ്, പേടി കൊണ്ടാണ്. അപ്പോൾ
നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കമ്പോണൻ്റ് ഡയറ്റിലുണ്ടാവണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം, ഏറ്റവും ബെസ്റ്റ് ഫാറ്റ് നമുക്ക് അവൈലബിൾ ആണ് തേങ്ങ. അപ്പോൾ തേങ്ങയാവാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആവാം, അല്ലെങ്കിൽ നെയ്യാവാം, അല്ലെങ്കിൽ പാലിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ചീസാവാം, ബട്ടറാവാം, മേ ബി ഈവൻ നട്ട്സ് ആവാം, സീഡ്സുകളാവാം, ഈവൻ മുട്ടയുടെ മഞ്ഞയാവാം. ഇതെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ്. അപ്പോൾ ഒരു മീലിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ടാകണം. അടുത്ത പ്രധാനപ്പെട്ട ഘടകം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു 50 to 60% പ്ലാൻ ബേസ്ഡ് ഡയറ്റ് ആയിരിക്കണം. പലർക്കും ഈ പ്ലാൻ ബേസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്നൊരു തെറ്റിദ്ധാരണയാണോ വെജിറ്റേറിയൻ ആണോ. ഞാൻ ഉദ്ദേശിച്ച വെജിറ്റേറിയൻ എന്നല്ല. നിങ്ങൾ വെജിറ്റേറിയൻ ആവുന്നോ നോൺ വെജിറ്റേറിയൻ ആവുന്നോ ഉള്ള അല്ല വിഷയം. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് ഏത് മീലിലാണെങ്കിലും 50 മുതൽ 60% പച്ചക്കറികളും പഴങ്ങളും ഇലകളും അതുപോലെ മൈക്രോ ഗ്രീൻസും അടങ്ങുന്ന ഭക്ഷണമായിരിക്കണം. ഇത് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം അതൊരു ഫണ്ടമെൻ്റലാണ്. മനുഷ്യൻ്റെ ദഹനവ്യൂഹത്തിൻ്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ അതൊരു 25 മുതൽ 30 അടി നീളമുള്ള ഒന്നാണ്. അപ്പോൾ അതിന് ഒരു അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ പർപ്പസ് ഉണ്ട്. പർപ്പസ് ഇത്ര മാത്രമേ ഉള്ളൂ, അവർ ഡയറ്റ് ഷുഡ് ബി റിച്ച് ഇൻ ഫൈബർ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തി ഒരു സംശയം വേണ്ട, ഒരു ദിവസം ഒരു 100 to 150 ഗ്രാം ഫൈബർ എങ്കിലും അടങ്ങുന്ന ഡയറ്റ് ആയിരിക്കണം. നമ്മളങ്ങനെ തൂക്കിയും നോക്കണ്ട. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു പ്ലാൻ ബേസ്ഡ് ഡയറ്റ് ആണ് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, ഇറ്റ് വിൽ ബി റിച്ച് ഇൻ ഫൈബർ. അതോടൊപ്പം തന്നെ ഈ മൾട്ടി കളേർഡ്, പല നിറത്തിലുള്ള പഴങ്ങളും ഇലകളും പച്ചക്കറികളും, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയൻറ്റിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഫൈറ്റോ കെമിക്കൽസ് അല്ലെങ്കിൽ ഫൈറ്റോ ന്യൂട്രിയൻസ്. അപ്പോൾ ഫൈബർ, ഫൈറ്റോ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇത് മുഴുവൻ വളരെ എസെൻഷ്യലായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇത് നമ്മുടെ ഡയറ്റിൽ അഷ്വർ ചെയ്യാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവർ ഡയറ്റ് ഷുഡ് ബി എ പ്ലാൻ ബേസ്ഡ് ഡയറ്റ്, അതും 50 to 60%. ഭക്ഷണത്തിൽ വരുത്തേണ്ട ഏറ്റവും വലിയ മാറ്റങ്ങളിൽ കുറയ്ക്കുന്നത് യാതൊരു സംശയം വേണ്ട കാർബോഹൈഡ്രേറ്റ് ആണ്. 21ാം നൂറ്റാണ്ടിലെ ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അതൊരു വളരെ ലോ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ലോ സ്റ്റാർച്ച് ഡയറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെയുള്ളൊരു ഭക്ഷണക്രമത്തിൽ കംപ്ലീറ്റ്ലി വാസ് അറൗണ്ട് ഗ്രെയിൻ, ഒരു ഗ്രെയിൻ സെൻട്രിക് ഡയറ്റാണ്. അതും തവിട് കളഞ്ഞ ധാന്യങ്ങൾ അധിഷ്ഠിതമായിട്ടൊരു ഭക്ഷണക്രമമാണ്. ഇപ്പോൾ ദോശ, ഇഡ്ഡലി, പുട്ടും ചോറും ചപ്പാത്തിയും എല്ലാം ഗ്രെയിൻ സെൻട്രിക്കാണ്. നമ്മളുടെ ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളിൽ മിക്ക ജീവിതശൈലി രോഗങ്ങളും എഗെയിൻ മെറ്റബോളിക് ഡിസോർഡേഴ്സാണ്. ഇന്ന് 10 പേര് എടുത്തു കഴിഞ്ഞാൽ 8 പേർക്കും മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ട്. പലരുടെയും HbA1c 5.6 മുകളിലാണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 90 മുകളിലാണ്, പലരുടെയും ഫാസ്റ്റിംഗ് ഇൻസുലിൻ 5 മുകളിലാണ്. ഇതെല്ലാം സൂചന തരുന്നത് നിങ്ങളുടെ മെറ്റബോളിസം തകരാറിലായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും അധികം അന്നജം അഫോർഡ് ചെയ്യാനായിട്ടുള്ള യോഗ്യതയില്ല, കപ്പാസിറ്റി ഇല്ല, ഒരു മെറ്റബോളിക് റെസിലിയൻസ് ഇല്ല. സോ വി നീഡ് ടു ഗോ ഫോർ എ വെരി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്നത് നമ്മളുടെ മൊത്തം ഭക്ഷണത്തിൻ്റെ ഒരു 20-25% മാത്രം ആയിട്ട് ഗ്രെയിൻസിനെ നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമാണ്. അവിടെയും നല്ല ഹെൽത്തി വെർഷൻസ് ഉപയോഗിക്കാം. മേ ബി ഇപ്പോൾ ഉദാഹരണത്തിന് തവിടോടുകൂടിയ പുഴുങ്ങലരി ആയിരിക്കാം, അല്ലെങ്കിൽ തവിടോടുകൂടിയ ഉണക്കലരി ആയിരിക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഹോൾ മില്ലറ്റുകളാവാം, അല്ലെങ്കിൽ കപ്പയും ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും പോലുള്ള ട്യൂബേഴ്സ് ആയിരിക്കാം. ഒരു ന്യൂട്രീഷണൽ പെർസ്പെക്റ്റീവ് നോക്കിയാൽ ഞാൻ ഗോതമ്പിൻ്റെ വലിയൊരു ഫാനല്ല. നേരത്തെ നമ്മൾ സംസാരിച്ച ഓട്സ്, ഇപ്പോൾ പലരും രാവിലെ പാലും ഓട്സിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. നോക്കിക്കഴിഞ്ഞാൽ പാലും ഓട്സും ഹൈ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഹൈ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഹൈലി ഗ്ലൈസിമിക് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്കിതിപ്പോൾ അഫോർഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ 4 ഘടകങ്ങൾ, അതായത് ഒരു പ്രോട്ടീൻ സെൻട്രിക് ആയിട്ടുള്ള ഇഷ്ടം പോലെ കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസും ലീവ്സും ഫ്രൂട്ട്സും അടങ്ങുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുള്ള വളരെ ലോ കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ഒരു ഭക്ഷണമാണ് 21ാം നൂറ്റാണ്ടിലെ നമ്മളുടെ മാറിയ ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഭക്ഷണക്രമം. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. പലതരത്തിലുള്ള ധാന്യങ്ങളും മില്ലറ്റ്സുകളും പൾസസ് എല്ലാം കൂടെ ചേർത്ത് അരച്ച ഒരു ദോശയും സാമ്പാറും പെർഫെക്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡയറ്റ് പാറ്റേണിൽ ഫിക്സ് ചെയ്യുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അല്ലെങ്കിൽ തവിട് കളയാത്ത ഉണക്കലരിയുടെ മില്ലറ്റ്സിനെ കൂടെ ചേർത്തൊരു പുട്ടും അതിനോടൊപ്പം വെജിറ്റബിൾസും കടലയെല്ലാം ഇട്ടിട്ടൊരു കറിയായിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് ബ്രൗൺ റൈസിൻ്റെ ചോറും കുറേ കറികളും അടങ്ങുന്ന ഒരു ടിപ്പിക്കൽ കേരള ലഞ്ചിലോട്ട് നമുക്ക് എന്തുകൊണ്ടാം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ്.
അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഞാൻ പല വീഡിയോസ് ഈ ഫുഡുമായിട്ട് പ്രൊമോട്ട് ചെയ്യണം. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒന്ന് എഗ് പിസയാണ്. പല വെജിറ്റബിൾസും തേങ്ങയും നട്ട്സും സീഡ്സും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു അപ്ഗ്രേഡഡ് ഓംലെറ്റാണ് എഗ് പിസ എന്ന് പറയുന്നത്. ഒരു ഐഡിയൽ 21st സെഞ്ച്വറിൻ്റെ ഒരു അപ്ഗ്രേഡഡ് ഫുഡ് പ്ലേറ്റ് എങ്ങനെയിരിക്കും? അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്ത നിങ്ങളുടെ ഫുഡ് പ്ലേറ്റ് ഔട്ട്ഡേറ്റഡ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു അപ്ഗ്രേഡഡ് ഫുഡ് പ്ലേറ്റ് എങ്ങനെയുണ്ടോ? ഈ ഫുഡ് പ്ലേറ്റ് ഇങ്ങനെയായിരിക്കും. കഴിക്കുന്ന ഒരു ദിവസം ഭക്ഷണം മുഴുവൻ ഒരു പ്ലേറ്റിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ 50 മുതൽ 60% കളേർഡായിട്ടുള്ള ഫ്രൂട്ട്സ്, ലീവ്സ്, വെജിറ്റബിൾസും മൈക്രോ ഗ്രീൻസും ആയിരിക്കും. ഒരു 20-25% ഹോളായിട്ടുള്ള ഗ്രെയിൻസുകൾ, തവിട് കളയാത്ത ധാന്യങ്ങളായിരിക്കും. ഒരു 30% നല്ല പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണവും ഒരു 5-10% ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുമായിരിക്കും. ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഡയറ്റിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിരന്തരമായി ശ്രമിക്കുന്ന ഒരാളാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ഓഫ് ഡയറ്റ് കൊണ്ടുവരാൻ എളുപ്പമാർഗമായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് 3 എസ്സുകളാണ്. ഒന്ന് സാലഡുകളാണ്. പലതരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള സാലഡുകൾ, അത് റോ ആയിരിക്കാം, റോസ്റ്റ് ചെയ്തായിരിക്കാം, സ്റ്റീം ചെയ്തായിരിക്കാം, സോട്ടേ ചെയ്തായിരിക്കാം, ഇതിൻ്റെയൊക്കെ പല റെസിപ്പീസ് ഞാൻ പലതവണ ഷെയർ ചെയ്യുന്നുണ്ട്. ബട്ട് സാലഡ് ക്യാൻ ഡ്രമാറ്റിക്കലി ഷിഫ്റ്റ് ഓർ ചേഞ്ച് യുവർ ഡയറ്റ്. മറ്റൊന്ന് സൂപ്പാണ്. സൂപ്പ് ഒരു സ്റ്റാർട്ടറല്ല, ഒരു ഹോൾസം ആയിട്ടുള്ള സൂപ്പുകളാണ്. മേ ബി നേരത്തെ പറഞ്ഞ പോലെ രാത്രികളിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹോൾസം സൂപ്പിലോട്ട് മാറിക്കൂടാ? അല്ലെങ്കിൽ മേ ബി വൈ ഡോണ്ട് യു ഹാവ് എ സാലഡ്? സൂപ്പും സാലഡും മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനോടൊപ്പം എന്ത് ചെയ്യാം? മേ ബി ഒരു പ്രോട്ടീൻ ആയിട്ടുള്ള സൈഡ് ഡിഷസ്, എഗ് ആവാം, ഫിഷ് ആവാം, മീറ്റ് ആവാം, അല്ലെങ്കിൽ മഷ്റൂംസ് ആവാം, പനീർ ആവാം. സോ അങ്ങനെ നോക്കിയാൽ നമുക്ക് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള പുതിയ വെർഷൻ ഓഫ് ഡയറ്റ് അവൈലബിൾ ആണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരിലൊരു ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു വലിയൊരു ഷിഫ്റ്റ് ഞാൻ കണ്ടത് സ്മൂത്തീസിൽ കൂടെയാണ്. സ്മൂത്തീസിൻ്റെയും സൂപ്സിൻ്റെയും സാലഡ്സിൻ്റെയൊക്കെ വീഡിയോ യൂട്യൂബ് ചാനലുകളിൽ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കി എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തുകൂടാ? സോ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഈ പുതിയ വേർഷൻ ഈസ് റെഡിയാണ്. സോ ഡൗൺലോഡ് യുവർ ന്യൂ വേർഷൻ ഓഫ് ഹെൽത്തി ഡയറ്റ് ആൻഡ് സ്റ്റാർട്ട് ചേഞ്ചിങ് യുവർ ഹെൽത്ത്.